മുക്കത്തെ ബീവറേജസ് ഔട്ട്ലെറ്റ് വിഷയത്തിലും പദ്ധതി വിഹിതം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മുക്കം നഗരസഭയ്ക്കെതിരെ നടക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്ന് നഗരസഭാ അധികൃതർ മുക്കത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബീവറേജസ് ഔട്ട്ലെറ്റിനെതിരായ സമരം ബാർ മുതലാളിമാരെ സഹായിക്കാനാണെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു. മുക്കം നഗരസഭയ്ക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് UDF നടത്തുന്ന പ്രചാരണങ്ങൾ അസത്യവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് നഗരസഭാ അധികൃതർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭയ്ക്ക് പദ്ധതി വിഹിതമായി അനുവദിക്കുന്ന തുക അതത് വർഷങ്ങളിൽ ചെലവഴിക്കാതെ പാഴാക്കുകയാണെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം പൂർണ്ണമായും വാസ്തവവിരുദ്ധമാണ്. പദ്ധതി വിഹിതമായി 2024-2025 സാമ്പത്തിക വർഷം അനുവദിച്ച തുക ചെലവഴിക്കുന്നതിൽ സംസ്ഥാനത്ത് തന്നെ ഏറെ മുന്നേറ്റമുണ്ടാക്കിയ നഗരസഭയാണ് മുക്കം. ആ വർഷം 113.51% ചെലവഴിച്ച് പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനം മുക്കം നഗരസഭ കരസ്ഥമാക്കിയിട്ടുണ്ട്. 2018-2019, 2019-2020 പദ്ധതി വിഹിതം പൂർണ്ണമായി ചെലവഴിച്ച് സംസ്ഥാനത്തെ നഗരസഭകളിൽ 1ാം സ്ഥാനം നേടിയതും മുക്കം നഗരസഭയായിരുന്നു. മറ്റു വർഷങ്ങളുടെ കണക്ക് പരിശോധിച്ചാലും പദ്ധതി നിർവഹണത്തിലും ഫണ്ട് ചെലവഴിക്കുന്നതിലും മികച്ച പ്രവർത്തനം നടത്തുന്ന നഗരസഭയാണ് മുക്കമെന്ന് ബോധ്യമാവുമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ചെലവഴിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഒരു രഹസ്യരേഖയല്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വെബ്സൈറ്റ് മുഴുവൻ പരിശോധിച്ചാൽ ആർക്കും സംസ്ഥാനത്തെ സ്ഥാപനങ്ങളുടെ ഓരോ വർഷത്തെയും പ്ലാൻ എക്സ്പെൻഡിച്ചർ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാവുമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. 2026-2027 വാർഷിക പദ്ധതിക്കായി നഗരസഭയ്ക്ക് ആദ്യഘട്ടത്തിൽ 5,50,78,000 രൂപ സാധാരണ വിഹിതമായും 2,78,00,000 രൂപ പട്ടികജാതി വിഹിതമായും അനുവദിച്ചിരുന്നു. എന്നാൽ പുതുക്കിയ ബജറ്റ് പ്രകാരം നഗരസഭയുടെ സാധാരണ വിഹിതം 5,50,78,000 നിന്നും 1,63,89,926 രൂപയായും പട്ടികജാതി വിഹിതം 2,36,70,374 രൂപയായും കുത്തനെ കുറച്ചിരിക്കുകയാണെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. മുക്കം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മളിപ്പം ഈ ഒരു വർഷം 16 വർഷം നഗരസഭയായിട്ടിരിക്കുന്ന ഈ ഒരു പ്രദേശം ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെയൊരു ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിട്ടുള്ളത്. ഫണ്ട് വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല ഇങ്ങനെ. കാരണം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, 26-27 പദ്ധതിക്കായിട്ട് പിണറായി സർക്കാർ അധികാരത്തിലുള്ള സമയത്ത് 5,50,78,000 രൂപയായിരുന്നു. അതിനുശേഷം റിവൈസ്ഡ് ബജറ്റ് വരുന്നത്. ആ റിവൈസ്ഡ് ബജറ്റിലാണ് ഇത്രയും വളരെ മോശമായിട്ടുള്ള രീതിയിൽ 1,63,89,926 രൂപ. അതേപോലെ പട്ടികജാതി വികസന ഈ ഫണ്ട് 2,78,00,000 ഉണ്ടായിരുന്നത് അതിലും എന്തുണ്ടായി 2,36,70,374 രൂപ. ഈ കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഇത്തരം ഇല്ലാത്ത ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ആരോപണങ്ങളൊക്കെ തന്നെ നേരത്തെ ഇത്തരം ആരോപണങ്ങളൊന്നും വന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? കാരണം ഇന്നൊരു സാമാന്യ മനുഷ്യൻ എടുത്തു നോക്കിയാൽ KSMART വഴി നോക്കിയാൽ കാണാൻ പറ്റും ഓരോ വർഷവും നഗരസഭയ്ക്ക് വന്ന പ്ലാൻ ഫണ്ട് എത്ര എക്സ്പെൻഡിച്ചർ ആക്കി എന്നുള്ളത്. മുക്കത്തെ ബീവറേജസ് ഔട്ട്ലെറ്റിന്റെ വിഷയത്തിലും ഇതേ രൂപത്തിലുള്ള കള്ളപ്രചരണമാണ് നടത്തുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ബീവറേജസ് ഔട്ട്ലെറ്റിന് വ്യാപാര ലൈസൻസ് നൽകിയത്. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ പരിസരവാസിയായ വിപിൻ എന്ന വ്യക്തി നഗരസഭയിലും തുടർന്ന് ഹൈക്കോടതിയിലും പരാതി നൽകി. തുടർന്ന് ഹൈക്കോടതി പരാതിക്കാരനെയും ബീവറേജസ് കോർപ്പറേഷനെയും നേരിട്ട് കേട്ട ശേഷം പദ്ധതിയിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ കൗൺസിലിനോട് നിർദ്ദേശിക്കുകയായിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുകക്ഷികളുടെയും ഹിയറിംഗ് നടത്തിയ ശേഷം 2025 ഓഗസ്റ്റ് 6 ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗം ബീവറേജസ് ഔട്ട്ലെറ്റിന് ലൈസൻസ് കേരള മുനിസിപ്പൽ ആക്ട് 509 വകുപ്പ് പ്രകാരം റദ്ദാക്കുന്നതിന് ഐക്യകണ്ഠേന തീരുമാനിക്കുകയുമായിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ ബീവറേജസ് കോർപ്പറേഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് ഹൈക്കോടതി ബെഫ്കോ ഔട്ട്ലെറ്റിന്റെ ലൈസൻസ് നിഷേധിച്ച 2025 ഓഗസ്റ്റ് 6 നഗരസഭാ കൗൺസിൽ തീരുമാനം റദ്ദാക്കുകയും ഇരുകക്ഷികളെയും വീണ്ടും കേട്ട ശേഷം കൗൺസിൽ ചേർന്ന് വിപിൻ നൽകിയ പരാതി വീണ്ടും പരിഗണിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തുകൊണ്ട് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ സെക്രട്ടറി ഇരുകക്ഷികൾക്കും നോട്ടീസ് അയച്ചെങ്കിലും ബീവറേജസ് കോർപ്പറേഷൻ അധികൃതർ മാത്രമാണ് ഹിയറിംഗിന് ഹാജരായത്. 2 തവണ ഹിയറിംഗ് നോട്ടീസ് അയച്ചിട്ടും എതിർകക്ഷിയായ പരാതിക്കാരൻ ഹിയറിംഗിന് ഹാജരാവുകയോ തനിക്ക് പറയാനുള്ളത് രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഈ അടിസ്ഥാനത്തിലാണ് ലൈസൻസ് പുതുക്കി നൽകിയതെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. നിലവിൽ ബീവറേജസ് ഔട്ട്ലെറ്റിനെതിരെ നടത്തുന്ന സമരം മുക്കത്തെ ബാർ മുതലാളിമാരെ സഹായിക്കാനാണെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു. ബീവറേജ് കോർപ്പറേഷന്റെ പ്രതിനിധികൾ ഹാജരായിട്ട് ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം തന്നെ ഹാജരാക്കി അതിനുള്ള നടപടിക്രമം പൂർത്തീകരിച്ചിട്ടുണ്ട്. നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ആവശ്യമായിട്ടുള്ള മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള രേഖകളും ഹാജരാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും പരാതിക്കാരൻ വരാത്ത സാഹചര്യത്തിൽ കൗൺസിലിന്റെ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കേണ്ട ആവശ്യമുണ്ട്. കൗൺസിലിലേക്ക് ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് റദ്ദ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രധാന പ്രശ്നങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. കാരണം പരാതിക്കാരനില്ല, അതിനുശേഷം പിന്നീട് ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല, പുതിയതായിട്ട് എന്തെങ്കിലും തീരുമാനവും വന്നിട്ടില്ല.
അതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയിൽ അങ്ങനെയൊരു, അതായത് ക്യാൻസൽ റദ്ദ് ചെയ്തിട്ടുള്ളത് ലൈസൻസ് അനുവദിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും ആ തീരുമാനത്തിനെതിരെയാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് UDFന്റെ ഭാഗത്തു നിന്ന് ഇത്തരം കുപ്രചരണങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നഗരസഭയ്ക്ക് പറയാനുള്ളത്. അതേസമയം തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്, മുക്കത്ത് നഗരസഭയിൽ ഒരു ബീവറേജ് ഔട്ട്ലെറ്റ് മാത്രമല്ല ഉള്ളത്. മുക്കം നഗരസഭയുടെ കീഴിൽ 3 ബാറുകളുണ്ട്. ആ ബാറിൽ കൃത്യമായിട്ട് ആ ബാറിനെതിരെ ഇത്രയും കാലമായിട്ട് ഒരു സമരമോ ഒരു പ്രതിഷേധമോ നടത്തിയതായിട്ട് എവിടെയും കാണാനില്ല. അത് എല്ലാവർക്കും, നാട്ടിലുള്ള സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കും പരിശോധിച്ചാൽ മനസ്സിലാവും ഇത്തരം ഒരു നടപടി UDFന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും കാലമായിട്ടുണ്ടായില്ല. എന്തുകൊണ്ട് പിന്നെ ഒരു ബീവറേജ് ഔട്ട്ലെറ്റ് വന്നപ്പോൾ അതിനെതിരെ മാത്രം ഇത്രയും ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇതാണ് ബാർ മുതലാളിമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരാതിക്കാരൻ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും തന്നെ ഈ ഒരു നഗരസഭയുടെ ഈ ഒരു തീരുമാനത്തിനെതിരെ അനാവശ്യമായിട്ടുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് മുക്കം നഗരസഭയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. മുക്കത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ CA പ്രദീപ് കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അബ്ദുൽ അസീസ് വാർപ്പിൽ, ഭവന വിനോദ് എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.